ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാ സ്നേഹവന്ദനങ്ങളെയും പകലിൽ നേരുന്നു. ഈ പകലിൽ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി ഒരുമിച്ച് പങ്കിടുവാൻ ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധയെ അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം അതിൻ്റെ 19 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. സാധാരണയായി ഒരു കാരാഗ്രഹത്തിൽ പോകുന്നവൻ അവനെ ഈ സാഹചര്യത്തിലേക്ക് എത്തിച്ചവനെ ഒരുപക്ഷെ ശപിക്കുന്നുണ്ടായിരിക്കാം, ഒരുപക്ഷെ പ്രാകുന്നുണ്ടായിരിക്കാം. അല്ല, ചിലപ്പോൾ കുറ്റം ചെയ്തൊരു വ്യക്തിയാണ് കാരാഗ്രഹത്തിൽ വന്നതെങ്കിൽ ഒരുപക്ഷെ അവൻ്റെ തെറ്റിനെക്കുറിച്ച് അനുദപിക്കുന്നുണ്ടായിരിക്കാം, അവൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നുണ്ടായിരിക്കാം, അവൻ പുതിയൊരു ജീവിതത്തെക്കുറിച്ച് ഒരുപക്ഷെ സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം. കാരാഗ്രഹം ഒരിക്കലും നല്ല മെമ്മറീസ് അല്ല നമ്മുടെ ജീവിതത്തിൽ തരുന്നത്. കാരാഗ്രഹം പലപ്പോഴും നമ്മളെ സ്ട്രെസ്സിലേക്കും പ്രഷറിലേക്കും നമ്മളെ ഡിപ്രഷനിലേക്ക് പോലും നമ്മളെ കടത്തിവിടുന്നതാണ് കാരാഗ്രഹത്തിൻ്റെ വാസം. പക്ഷേ ഇതാ അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 19 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ കാരാഗ്രഹത്തിൽ വെച്ചുണ്ടായ ഒരു വ്യത്യസ്തമായ ഒരു സന്ദർഭം വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. അതെ, നമുക്കെല്ലാവർക്കും സുപരിചിതമായ പൗലോസിനെയും ശീലാസിനെയും ഇതാ ദേശത്തിലെ അധിപതികൾ ദൈവിക ശുശ്രൂഷ ചെയ്തു എന്നുള്ള പേരിൽ ഇതാ കാരാഗ്രഹത്തിലാക്കിയിരിക്കുന്നു. കൈകാലുകളിൽ ചങ്ങലകളാൽ ബന്ധിതരായ പൗലോസും ശീലാസും അവിടെ കിടന്ന് സാഹചര്യത്തെ നോക്കി പ്രാകുവാനല്ല, ഈ സാഹചര്യത്തിൽ എത്തിച്ചവരെ നോക്കി ശപിക്കുവാനല്ല, അതിനു പകരം അവർ പാടി ദൈവത്തെ ആരാധിക്കുന്നതായി നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അവരുടെ ചങ്ങലകൾ അവർക്കൊരു തടസ്സമല്ലാതിരുന്നപ്പോൾ അവരെ വിളിച്ചിറക്കിയ ആരെ അവർ ആരാധിക്കുന്നു ആ ദൈവത്തെ ആരാധിക്കുവാൻ അവർ കാരാഗ്രഹത്തിൽ കാണിച്ച മനസ്ഥിതിയിൽ ദൈവം അവർക്ക് ഇടയിലിറങ്ങി വന്ന് ആ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയതായി നമുക്കവിടെ കാണുവാൻ സാധിക്കും. അതെ, അവരെ ബന്ധിച്ചു വെച്ചിരുന്ന ചങ്ങലകൾ അല്പനേരത്തേക്ക് വിട്ടുമാറി. അവരെ മുറിയിൽ അടക്കി വെച്ചിരുന്ന കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുവാനിടായി. അങ്ങനെയാണെങ്കിൽ ഈ പകലിൽ നിങ്ങളുമായി കൈമാറുവാൻ ആഗ്രഹിക്കുന്ന ചിന്തയും ഇതാണ്: നിന്റെ കാരാഗ്രഹത്തിൽ, നിന്റെ ജീവിതത്തിലെ ഏത് മേഖലയായിരിക്കാം കാരാഗ്രഹം, ആ മേഖലയിൽ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ, ദൈവത്തിനോട് അലമുറയിടുന്നവരായി തീരുവാനല്ല, ദൈവത്തോട് മറുതലിക്കുന്നവരായി തീരുവാനല്ല, അവിടെ നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരുവാൻ, ദൈവത്തെ ആരാധിക്കുന്നവരായി തീരുവാൻ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഇതാ പൗലോസും ശീലാസും പാടി ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ഒരു വലിയ ഭൂകമ്പമോടെ ഉണ്ടായി. അവിടെയുള്ള കാരാഗ്രഹ പ്രമാണി ഓടി വന്നിട്ട് ഇങ്ങനെ പറയുന്നു: യജമാനന്മാരെ, രക്ഷ ചെയ്യുവാൻ ഞാൻ എന്തു ചെയ്യണം? പലരുടെയും ജീവിതത്തെ ഒടുക്കിയ കാരാഗ്രഹം, പലരുടെയും ജീവിതത്തെ അവസാനിപ്പിച്ച കാരാഗ്രഹം, പലരുടെയും ജീവിതത്തെ നിരാശയുടെ നാളുകളിലേക്ക് തള്ളിയിട്ട കാരാഗ്രഹം ഇതാ പൗലോസിന്റെയും ശീലാസിന്റെയും ജീവിതത്തിൽ ഒരു ശുശ്രൂഷയുടെ പ്ലാറ്റ്ഫോമായി മാറുന്നു. ദൈവം നിന്നെ ആക്കിയിരിക്കുന്ന കാരാഗ്രഹം, ഇന്ന് നീ കരുതിയിരിക്കുന്ന കാരാഗ്രഹം, അതെ, നീ വിശ്വസിക്കുമെങ്കിൽ, ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ നീ തയ്യാറെടുക്കുമെങ്കിൽ, അതെ, കാരാഗ്രഹം നിന്റെ ജീവിതത്തിൽ നിരാശയുടെ നാളുകളല്ല, കാരാഗ്രഹം നിന്റെ ജീവിതത്തിൽ ശുശ്രൂഷയുടെ നാളുകളാണ്. അങ്ങനെയാണെങ്കിൽ ആ ശുശ്രൂഷയിലേക്ക് നീ എത്തിപ്പെടുവാൻ ഈ പകലിൽ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. അതെ, പ്രതിസന്ധികളിൽ പതറാതെ, തളരാതെ, മറുതലിക്കാതെ ഈ പകലിൽ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. എല്ലാ അനുഗ്രഹാശംസകളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.